ഇപ്രാവശ്യത്തെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അതായത് 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അത് സ്റ്റിച്ച് ബോൾ കൊണ്ട് കളി വേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏറ് കുടുങ്ങിയിട്ട് 6 സ്റ്റിച്ചാണ് ആ സ്റ്റിച്ച് ബോൾ കൊണ്ട് കുടുങ്ങിയിട്ട് തുന്നിട്ടത്. സ്റ്റിച്ച് ബോൾ കളിക്കാറിയാത്തുണ്ടല്ലോ. സ്റ്റിച്ച് ബോൾ കൊണ്ട് കളിക്കാൻ അറിയായിട്ടല്ല, ഇവിടെ പേടില്ലായിട്ടാണ്. ബേബിയേട്ടാ, നിങ്ങൾ അറിഞ്ഞ മണ്ടുവിന്റെ വീഡിയോ ഇറങ്ങി? ഇത് മണ്ടുവിന്റെ കുടുംബ വീഡിയോ ഇല്ലേ, ഫാമിലി, നമ്മളെ പ്യാരിന്റെ പ്യാരിന്റെ ആയോ? ഈടെ ഒന്ന് സ്വൈര്യം തരുടോ ഇത്. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഈ ലൈവ് വിടുന്നത്. ഇതെനിക്കിപ്പൊ പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എന്റെ അവസ്ഥ അറിയണം. ഈ വീട്ടില് ഒരു സമാധാനം ഇല്ലാതെയാണ് ഞാൻ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്ക് അറിയില്ല. ഇവിടുത്തെ എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും വച്ച് വിളമ്പുന്നത് ഞാനാണ്. ഞാനിവിടെ വന്നു കയറുമ്പോ ഇവിടുത്തെ എന്റെ ഭർത്താവിന്റെ അച്ഛനും അവർക്കൊക്കെ നോൺ വെജ് ഇഷ്ടമുള്ളൂ. ഒരു ദിവസം തന്നെ 2, 3, 4 നോൺ വെജ് വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാം എന്തെല്ലാം ബുദ്ധിമുട്ട് നമ്മൾ അതിനെ സഹിക്കണമെന്ന്. എന്തെന്നാ ഇതൊക്കെ കാണിക്കുന്നത്? പക്ഷെ അതൊക്കെ ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് എന്റെ ഭർത്താവിന്റെ അച്ഛന് അങ്ങേർക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല. അച്ഛന് നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വെജ് കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കൃത്യസമയത്ത് അച്ഛൻ വന്ന് എനിക്ക് കഴിക്കും. ആ സമയത്ത് കഞ്ഞിയും ചമ്മന്തിയും ആദ്യം ഞാൻ അച്ഛന് അവിടെ ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്റെ മോന് പോലും ഞാൻ വിളമ്പി കൊടുക്കണത്. എന്നിട്ട് ഇപ്പൊ അത് പരാതി. കുറച്ച് താത്തം തരിച്ചമാര് ഇത് ഇങ്ങനെ ഇപ്പൊ അങ്ങേർക്ക് അത് പോരാ. ഓരോ ദിവസം ഓരോ വിഭവം വേണം. ഞാനെന്താ സദ്യ ഉണ്ടാക്കുന്ന ആളാണ്? ഈ പെണ്ണിനൊന്നും തലയ്ക്ക് ഒളിവില്ലേന്നാവോ? ഇന്ന് അവിയലില്ലേ, ഇന്ന് കിച്ചടി ഇല്ലേ, പച്ചടി ഇല്ലേ, പിന്നെ ഏതാണ്ട് പൈനാപ്പിൾ കൂട്ടൻ എവിടെയെങ്ങാണ്ട് പോയപ്പോ കഴിച്ച അത് വേണം. എനിക്ക് ദേഹണ്ടോന്നല്ലായിരുന്നല്ലോ പണി. ഒരു വീട്ടില് സാധാരണ ഉണ്ടാക്കണത് ഒരു ചമ്മന്തിയോ ഒരു കഞ്ഞിയോ അങ്ങനെയൊക്കെ അല്ലേ. പ്രത്യേകിച്ച് ഇത്രയും പ്രായമായ ആളല്ലേ, വയ്യാത്ത ആളല്ലേ. അപ്പൊ ഈ കഞ്ഞി ചമ്മന്തിയൊക്കെ തന്നെയല്ലേ ആരോഗ്യത്തിനും നല്ലത്. അതും കൂടി ഓർത്തിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട്. എന്റെ മോന് ചെറിയ മോനാണ്. അവൻ പറയുന്ന ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കൂടെ സമയം ഉണ്ടാക്കി ഞാൻ അങ്ങേർക്ക് വേണ്ടിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് ഇപ്പൊ അതും പറഞ്ഞോണ്ട് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അങ്ങേരുടെ അച്ഛനും രണ്ടും കൂടി എന്റെ മെക്കടിയാരെ കൊണ്ടിരിക്കുകയാണ്. എന്തിനപ്പതൊക്കെ ഇതിൽ കൂടെ പറയണേ? ഞാൻ അവർക്ക് സാമ്പാർ വെച്ചില്ല, പുളിശ്ശേരി വെച്ചില്ല, കിച്ചടി വെച്ചില്ല, കൂട്ടുകറി വെച്ചില്ല, പച്ചടി വെച്ചില്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറും. എന്റെ വീട്ടിൽ ഞാൻ രാജകുമാരിയെ പോലെ കഴിഞ്ഞ ആളാണ്. പക്ഷെ എന്നാലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ കരയണ്. ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം എന്റെ അവസ്ഥ. ഇനി അടുത്ത നിമിഷം എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് എന്ത് സംഭവിക്കുന്നോ എനിക്കറിയില്ല. പക്ഷെ എന്റെ ഭർത്താവ് അങ്ങേരുടെ അച്ഛൻ അനുഭവിക്കും. എന്ത് ബ്രാക്കാലേ അനുഭവിക്കും. ഇത്രയും വർഷം ഞാൻ കൊടുത്ത ചോറാണ് അവര് തിന്നെങ്കിൽ അവര് മുടിഞ്ഞു പോവുള്ളൂ. ഇവക്കൊക്കെ എന്തിന്റെ കേടാ അങ്ങനെ ശമിക്കേ? ഓരോ കുടുംബത്ത് നടക്കണ കാര്യങ്ങള്
എന്തിനാ വിറ്റങ്ങനെ കൊട്ടി കോഴിച്ച് നാട്ടുകാരെ അറിയിക്കണത്? ഹൈ, നാണം കെട്ട് എന്ന് പറഞ്ഞാ പോരെ. ഇങ്ങനെ ഒരു ലൈവ് വരണമെന്ന് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചതല്ല. നീ ഒറ്റൊരുത്തി കാരണം എനിക്കിപ്പോ ലൈവ് വരേണ്ടി വന്നു. ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നിന്നെ മോനെ. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ കുടുംബം ജീവിച്ചിരുന്നത്. എന്താണ് ഇപ്പൊ നമ്മുടെ കുടുംബത്തുണ്ടായത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്നെ മോനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ? നിന്റെ സന്തോഷങ്ങൾക്ക് കൂടെ നിന്നിട്ടില്ലേ? പിന്നെ നമ്മുടെ കുടുംബത്തെ എന്താ ഉണ്ടായത്? എന്റെ അച്ഛൻ ആയ കാലത്ത് അധ്വാനിച്ച് എന്നെ ഈ നിലക്ക് എത്തിച്ച എന്റെ അച്ഛൻ, അദ്ദേഹത്തിന് പ്രായമായി, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. നിന്നെ പോലെ ചിക്കനും മട്ടനും മീനും ഒന്നും കഴിക്കാൻ പറ്റില്ല. അദ്ദേഹം പൂർണ്ണ വെജിറ്റേറിയനാണ്. നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോഴും അദ്ദേഹത്തിന് ഉള്ളത് എന്തെങ്കിലും വെജിറ്റേറിയൻ ഉണ്ടാക്കി കൊടുക്കാനല്ലേ നിന്നോട് പറഞ്ഞോളൂ. ശരിയാണ്, അത് പറഞ്ഞ ശരിയല്ലേ? നീയും മോനും എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ. ചിക്കനോ മട്ടനോ എന്ത് വേണേലും കഴിച്ചോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. വേണ്ട, ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന്റെ എന്റെയും കാലശേഷം ഈ 50 സെന്റും വീടും നിനക്ക് അനുഭവിക്കേണ്ടതാണ്. ഞാൻ തീരുമാനം എടുത്തു മണ്ടു, ഇനി 50 സെന്റ് നിനക്കില്ല. 50 സെന്റിന് നിനക്ക് അർഹതയില്ല. നന്നായി. എന്താണ് നമ്മുടെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്? എന്റെ അച്ഛൻ ഇത്തിരി ഭക്ഷണം ചോദിച്ചതോ? നീ കെട്ടിക്കേറി വന്ന കാലം തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നതല്ലേ നമ്മുടെ അച്ഛൻ? ഒരാഴ്ചയായി നീ കഞ്ഞിയും ചമ്മന്തിയും മാത്രമാണ് അച്ഛന് കൊടുക്കുന്നത്. കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ വിളിച്ചറിയണതാണ് എന്ത് ബോറാണ്. ഒരു പയറുതോരൻ, മനുഷ്യനല്ലേ, അത്രയും പ്രായമായ ആളല്ലേ, ഒരു പയറുതോരൻ നീ ആ അച്ഛന് വെച്ചു കൊടുത്തിട്ട് എന്ത് വേണേലും വെട്ടിക്കേറ്റിക്കോ. എന്തായാലും ഇത് സത്യം പറയാൻ ഇവർക്ക് രണ്ടാൾക്കും കൂടി കച്ചറ കൂടുന്ന ലൈവ് ഇട്ടാൽ മതി, അത് ഒരുമിച്ച് കാണാൻ. നീ എന്നെ വെറുപ്പിച്ചിട്ട് പോകണമെങ്കിൽ എടി ഒരുമ്പെട്ടവളെ, നീ ഒരു സ്ഥലത്ത് പോയാലും ഗുണം പിടിക്കൂല. എന്ത് ബ്രാക്കാലേ? എന്റെ അച്ഛൻ നിന്നോട് എന്താണ് പെരുമാറിയിട്ടുള്ളത്? മോളെ പോലെയല്ലേ കരുതിയിട്ടുള്ളൂ. ഇവറ്റൊക്കെ ഭ്രാന്ത്. നിനക്ക് എന്നെ പോലത്തെ ഒരാളെ ഇനി കിട്ടൂലടി. എന്റെ സ്വത്ത് അത് നീ ഇനി ആഗ്രഹിക്കണ്ട. എന്റെ അച്ഛനെ പട്ടിണിക്കിട്ട് കൊന്നിട്ട് നിനക്കില്ല. ഓക്കെ, ഒന്നും പറയണ്ട. ഇത് മിക്കവാറും ഡൈവേഴ്സിൽ അവസാനിക്കുള്ളൂ. ഉറപ്പല്ലേ? നിനക്കൊക്കെ ചക്ക വേറെ ഒരു പണിയില്ല. ഞാൻ അതാ ചോദിക്കണം. എനിക്കതല്ല, ആ ചെക്കന്റെ കാര്യം ആലോചിച്ചിട്ടാ. ആ ചെക്ക പിള്ളേരല്ല, ആ ചെക്കൻ മോൻ എത്ര നല്ല മോനാന്ന് പറയാം. അതിനിപ്പോ അവസാനം ഇവര് രണ്ടാളും ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക? ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാവണല്ലേ അപ്പൊ അത്. അവൻ ചുമ്മേ. നീ കെട്ടിക്കേറി വന്ന കാലം തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നതല്ലേ നമ്മുടെ അച്ഛൻ. ഇത്തിരി ശാരീരിക പ്രശ്നമുണ്ട്. എന്തെല്ലാം പ്യാരി മുതലാളി പറയുന്നത്? നീ ചിക്കനോ സുഖലോലുപതയുടെ വീട്ടിൽ കഴിയുന്ന പ്യാരി മുതലാളി കഷ്ടപ്പാടിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു ലൈവ്. ഈ വീടിന്റെ മൊത്തം പണിയെടുക്കുന്നത് ഞാനാ. എന്നെ കുറിച്ച് ഒരു വാക്ക് നാണവും മാനവും ഉൾപ്പുമില്ലാത്ത എന്റെ ഫോണിനെ മതി. നിന്റെത് കേട്ടത് മതി. ഞാൻ പറയാ നാട്ടാർ മൊത്തം ലോകം മൊത്തം അറിയട്ടെ എന്റെ കഷ്ടപ്പാട്. വന്നോ? ഹായ് മോനെ. ഉണ്ണിയേട്ടൻ കുറച്ച് കഥ പറയാൻ. 12 കൊല്ലായി ഈ പ്യാരി മുതലാളിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു വേലക്കാരനാണ്. 12 കൊല്ലം 2 മാസം കണക്കിന് ഇന്ന് വരെ ഒരു ശമ്പളം കൂട്ടണമെന്നോ മര്യാദക്ക് എന്തെങ്കിലും മെനു പറയാലോ ഒന്നും ഞാൻ പറയില്ല. ഉണ്ണിയേട്ടൻ പറയില്ല. ഇന്നിപ്പോ അവര് പറയാൻ തുടങ്ങുന്നു അവരെ ഭക്ഷണ കുറവ്. ഞാൻ ഇന്ന് വരെ രാവിലെ പുട്ടും ചെറുപയറുന്നോ, ഉച്ചക്ക് മട്ടൻ ബിരിയാണി വേണോ, രാത്രി പൊറോട്ടയും ചിക്കനും വേണോ ഞാൻ പറഞ്ഞിട്ട. ദൈവത്തോട് ലൈവിനോട് കളവ് പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞില്ല. എന്തെല്ലാം പണിയെടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ നോക്കുക, ഒന്നും പറയണ്ടതാ. എന്റെതല്ല, ആരെ ഷഡ്ഡി ഞാൻ പറയണ്ട. ഇതാ അവരെ ഷഡ്ഡി, ലുങ്കി, ബ്ലൗസ്, എന്തെല്ലാം ഈ വീട്ടിലത്തെ സകലമാനം അലക്കുന്നത്, ലൈവായിട്ട് അലക്കുന്നത്. മിഷനുണ്ട്, തുണി കേടാവോലും. ആലോചിക്കണം, മിഷനിലിട്ട ഏത് തുണിയാ കേടായത്? ലണ്ടനിലെ ന്യൂയോർക്കിൽ തുണി കേടാവുക ഇല്ലല്ലോ. ഇടയ്ക്കൊരു ക്യാമ്പിൽ പോയി ഡോക്ടർ പറഞ്ഞെന്നറിയാ,
5 വിറ്റാമിൻ കുറവാ. ABCDEF 5 സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ ആരോഗ്യം ഞാൻ അവർക്ക് വേണ്ടി ഹോമിച്ചതാണ്. ഒന്ന് മനസ്സിലാക്കണം, ഈ വീട്ടിലേക്ക് ആവശ്യത്തിന് സകലമാന സാധനം മേടിക്കാൻ പീടി പോകുന്നത് ഞാൻ. ചിക്കൻ മേടിച്ചോണ്ടിരും, അത് കറി വെക്കും. ഇറച്ചി അവർ കഴിക്കും, എല്ലാവർക്കും. മട്ടൻ മേടിച്ചോണ്ടിരും, അത് കറി വെക്കും. അത് ഇറച്ചി അവർക്ക് എല്ലാവർക്കും. ഞാൻ എന്താ പട്ടിയല്ല, പട്ടിക്ക് ഇറച്ചി കൊടുക്കുന്നത്. ഒന്നും വേണോ ചോദിക്കൂല. സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. സകലമാന പണിയെടുത്ത് കഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ ഒരുത്തൻ, ഒരു സർവേയർ, ഒരു വേലക്കാരൻ ഇങ്ങനെ ഉണ്ട് എന്നില്ല ഒരു സ്നേഹം വേണ്ടേ? ഒന്നുമില്ല. ഇതറിയണം, ഈ ലോകം മൊത്തം അറിയണം. അറിഞ്ഞിട്ട് ഇതിന്റെ നടപടി ആരായാലും എന്ത് കേസ് വന്നാലും സാറില്ല. ഒരു കേസിലും ഇതുവരെ പെട്ടിട്ട. ഇതിന് വേണ്ടിയിട്ട് ഒരു കേസ് ഞാൻ പെടും. സൂതച്ചൻ അവരാണോ എന്നെ നിശ്ചയിക്കേണ്ടത്? എനിക്ക് സാധനം വേണ്ടത് പ്യാരിയാണോ മണ്ടു ആണോ? ഇവരൊന്നല്ല. എനിക്ക് എന്തെന്ന് സാധനം വേണ്ട, തിന്നാനെന്ന് വേണ്ട, കുടിക്കാനെന്ന് വേണ്ട, കിടക്കാൻ ഉറങ്ങാൻ നല്ല സ്ഥലം വേണ്ടത് അവരല്ലേ ചെയ്യേണ്ടത്. ഞാനാ പറയേണ്ടത്, ഞാൻ പറഞ്ഞാണോ അവർ ചെയ്യേണ്ടത്? അല്ലല്ലോ, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. തോഫാക്കലടാ. എന്താ വീട്ടിന്റെ ഒക്കെ കാര്യം പറയണേക്കാ നല്ലത്. അയ്യോ ഇതൊക്കെ നാട്ടുകാർ കാണില്ലേ നമ്പുരാനെ. ആണല്ലേ, പിന്നെ എന്താ ചെയ്യാ? ഭാഷളത്തരപ്പ ഈ അതെ ഇത് കണ്ടോ? ഈ കാര്യങ്ങൾ അറിഞ്ഞോ? ഞാൻ അത് നോക്കി. സുഖം അവിടുത്തല്ലേ? അത് നോക്കപ്പോ ഞാനേ. കഷ്ടം നല്ല ഈ ജാതി അടക്കള കാര്യങ്ങള് നാട്ടുകാരോട് മുഴുവൻ കേൾപ്പിക്കാ പറഞ്ഞാല് എങ്ങനത്തെ ഒരു കുടുംബാണ് അത്? ഇത് എന്താ വെച്ചണ്ട, ഈ ലോകം മുഴുവൻ കാണും. ഈ നാടും നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ് വിചാരിക്കും. അതല്ലേ പ്യാരിന്റെ വീട്ടിലെ വിശേഷം അറിഞ്ഞില്ലേ? അതല്ലപ്പോ ഞങ്ങള് പറഞ്ഞേക്കണ ഇവിടെ. കണ്ട വീഡിയോ കണ്ടോ? എന്താ കാണാല് ഇപ്പൊ ആ അവനും അവന്റെ ഭാര്യയും കൂടിയിട്ട്. അല്ല, അപ്പൊ മോനിട്ട വീഡിയോ കണ്ടില്ലെങ്കില്? മോനിട്ട് കണ്ടില്ല, അത് വേറെണ്ടോ? അതല്ല, അത് കണ്ടിട്ടപ്പ ഞങ്ങള് വരുന്നത്. അതൊന്ന് കണ്ടു നോക്കി. ആ ചെക്കൻ പറഞ്ഞ വർത്താനം നോക്കി നിങ്ങള്. ഹലോ ഗൈസ്, നിങ്ങൾക്കറിയാവോ ഇവിടെ നടക്കണ എന്താന്ന്? എന്റെ അച്ഛനും അമ്മയും അച്ഛനും ഇവിടെ നിന്ന് മിണ്ടണില്ല. ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുക. ഈ അച്ഛൻ ചിക്കനും മീനും അൽഫാമും കടായും ഒന്നും തിന്നൂലെന്ന് വെച്ച് ഞങ്ങൾക്ക് തിന്നണ്ടേ? ഈ അമ്മേനിട്ട് ഇങ്ങനെ അതുണ്ടാക്കി ഇതുണ്ടാക്കി അച്ഛൻ വെയിച്ചേറിയെന്ന് അച്ഛൻ എല്ലാം ഉണ്ടാപ്പിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അമ്മേനിട്ട് കഷ്ടപ്പെടുത്തരുത്. പിന്നെ അച്ഛന്റെ ഭാഗത്ത് തന്നെ നിക്കല്ല, അച്ഛൻ ഞങ്ങളെ ഭാഗത്ത് നിൽക്കില്ലെങ്കിൽ എനക്ക് അച്ഛനെ വേണ്ട, ഇങ്ങനത്തെ അച്ഛനെ എനിക്ക് വേണ്ട. മൊത്തത്തില് കുടുംബം നാറി. എന്റെ ശരീരത്തിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ്. എന്റെ ശരീരത്തിൽ വേണ്ട പോഷകാഹാരങ്ങൾ എനിക്ക് കിട്ടണില്ല. അത് ഈ കഞ്ഞി കുടിച്ചാൽ എനിക്ക് കിട്ടൂല. കഞ്ഞി ചമ്മന്തിയും കുടിച്ചാൽ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഈ ചിക്കൻ അൽഫാമെല്ലാം വേണം. അച്ഛൻ അത് മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞ് മനസ്സിലാപ്പിക്കണം. അച്ഛൻ ഞങ്ങളെ ഭാഗത്ത് നിൽക്കണം. നിന്നിക്കില്ലേ എനിക്ക് അച്ഛനെ വേണ്ട. കണ്ടോ, മണ്ടുവിന്റെ മോൻ തന്നെയല്ലേ ഇത്? അല്ലാണ്ട് ഉമ്മാര് വർത്താനം പറയോ? ഇതൊക്കെ കുടുംബടക്കം മുഴുവൻ പ്രാന്തായേക്ക. ഇത് നാട്ടുകാർ കാണുന്നത് ബോധം വേണ്ട പേർക്ക്. ഇതിവരിങ്ങനെ കുടുംബസമേത ഈ ജാതി പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് നമ്മളെ അയൽവക്കാർക്ക് കൂടി നാണക്കേടുണ്ടാക്കുന്ന എന്താ ചെയ്യാൻ പോയി ചോദിച്ചാലോ? ആന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു വിവരമില്ലാത്ത ടീമാണ്. അല്ല സത്യം, അത് പറഞ്ഞ് മനസ്സിലാക്കണേ. സത്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കടുക ചെയ്താൽ നമ്മളെന്നെ കാണണ്ടേ? അതും ശരിയാണ്. ഇനിയിപ്പൊ ഈ കോലത്തിൽ അത് പോണിച്ച എവിടെ ചെന്ന് അവസാനിക്കാൻ നമുക്കറിയോ? നിങ്ങൾ പോയത് ചോദിക്കുന്നത് വായോ. കാശ് പൈസ നിൽക്കണ്ട, ഒന്നുമില്ല, നമ്മള് കാര്യങ്ങൾ പോണു. ഓം വന്ന കാര്യങ്ങൾക്കൊരു ഒരു വകതിരിവ് ഉണ്ടാവും. അവൻ സംസാരിക്കാൻ പറ്റുമോനാ? അപ്പൊ ഇപ്പൊ ഇനി നമ്മള് അതാണ് കഴിഞ്ഞോട്ടെ, അവന്റെ വർത്താനം കഴിട്ടെ. ആവട്ടെ. എന്തായാലേ മന്മത അവിടെ എത്തിയ സ്ഥിതിക്ക് അത് തീർപ്പായിക്കോളൂ. നോയിക്കോളൂ. അവത്തിന് സംസ്കാരമുള്ളവനാ. പിന്നെ നമ്മളെല്ലാരും കൂടി കയറി ചെല്ലണ മോശാണേ. എന്തെങ്കിലും ഒരു പരിഹാരം ഓരോ ഉണ്ടാകട്ടെ. അത്രേ വേണ്ടു. ഞാട് എന്നാ പോട്ടെ. ആവട്ടെ. അടുത്ത വീഡിയോ വന്നിക്കണ്. വീഡിയോ അടുത്ത് വന്നിക്കണ്. എവിടെ നോക്കി? എന്താ അച്ഛ കേട്ട് മുന്നാ, അച്ഛ കേട്ട് നന്നായി വരും. വലിയ ആളാവും, നീ വലിയ ആളാവും. അമ്മ പറഞ്ഞു തന്ന് പഠിപ്പിച്ചത്
അച്ഛനോട് പറഞ്ഞല്ല നീ. നിന്റെ നാവിന് ബലം കിട്ടിയല്ല, നന്നായി വരും, വലിയ ആളാവും. നീ തിന്നോ മോനെ, അൽഫാമോ ചിക്കനാ എന്താന്ന് വെച്ചാ തിന്നു. എല്ല് തൊണ്ടേ കിട്ടാതെ നോക്കണം. നിന്റെ ഫോണില്ലേ, ആ ഫോൺ, അച്ഛനോട് പറഞ്ഞ ഫോൺ, അതെന്റെ അച്ഛന്റെ കാശാണ്. എന്റെ അച്ഛന്റെ കാശാണ്. അച്ഛന് നീ പറഞ്ഞപ്പോ നിന്റെ അണ്ണാക്കിലിരുന്നില്ലേ ലോലിപോപ്പ്, തിന്നില്ലേ? ഞാൻ പണിയെടുത്ത കാശാണ്. തിന്നോ മോനെ, തിന്നോ, നല്ലോണം തിന്നണം. തിന്നണ്ട പ്രായമാണ്. നീ ഒരു കാര്യം ഓർത്തോ, നീ എന്റെ ചോരയല്ല, ഇനി എന്റെ ചോരയല്ല നീ. എന്റെ ചോര ഇങ്ങനെയല്ല. അയ്യോ, നീ ഇപ്പൊ വടക്കേ മുറിയിലിരുന്നല്ലേ അച്ഛനോട് പറഞ്ഞത്? നമ്മുടെ വീടിന്റെ വടക്കേ മുറിയില്. നിങ്ങളുടെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എന്റെ മുന്നിൽ കൂടി വരണം. നീ അത് മറക്കണ്ട. നീയും അമ്മയും 10 കൊല്ലമായിട്ട് തിന്ന് നെയ് മുറ്റിയില്ലേ, തിന്നില്ലേ? എന്റെ കാശാണ്. എന്റെ അച്ഛനുണ്ടാക്കി 50 സെന്റ് നിങ്ങൾക്കില്ല. എന്റെ 50 സെന്റ് നിങ്ങൾക്കില്ലേ? അച്ഛ തീരുമാനം എടുത്തു. ഈ 50 സെന്റ് നിനക്കില്ലേ? ഇനി അച്ഛ ഇല്ലേ? വലിയ ആളാവും. മുന്ന ഉമ്മ ബൈ.